നമസ്കാരം. 16/4/2024 കഴിഞ്ഞ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് നോക്കി വന്നത്. ക്വസ്റ്റ്യൻ കോഡ് 039/2024. ഈ ക്വസ്റ്റ്യൻ്റെ 11 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. കൂടെ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടെ ആണ് നോക്കുന്നത്. 12ാമത്തെ ചോദ്യം നോക്കാം. 12ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ മില്യൺ ഷീറ്റുകളുടെ തോത് ഏത്? ചുവടെ തന്നിരിക്കുന്നവയിൽ മില്യൺ ഷീറ്റുകളുടെ തോത് ഏത്? ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1:10 ലക്ഷം. 1:10 ലക്ഷം. എന്താണ് മില്യൺ ഷീറ്റ്? എന്താണ് ഈ മില്യൺ ഷീറ്റുകൾ എന്ന് പറയുന്നത്? മില്യൺ ഷീറ്റുകൾ പറയുന്നതിന് മുന്നേ ആയിട്ട് ധരാതലീയ ഭൂപടങ്ങൾ, അതായത് ടോപ്പോഗ്രാഫിക് മാപ്പിനെ കുറിച്ച് അറിയണം. ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറഞ്ഞാൽ ഭൗമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ. ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറഞ്ഞാൽ ഭൗമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് ടോപ്പോഗ്രാഫിക് മാപ്പ് അല്ലെങ്കിൽ ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ടോപ്പോഗ്രാഫിക് മാപ്പ്. ഭൗമോപരിതല സവിശേഷതകൾ ഏതൊക്കെയാണ്? നദികൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, ജലാശയങ്ങൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ഭൗമോപരിതല സവിശേഷതകൾ. അതൊക്കെ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ടോപ്പോഗ്രാഫിക് മാപ്പുകളെ ചുരുക്കി പറയുന്ന പേരാണ് ടോപ്പോ ഷീറ്റ്. ടോപ്പോ ഷീറ്റ്. ടോപ്പോഗ്രാഫിക് മാപ്പുകളെ ചുരുക്കി പറയുന്ന പേരാണ് ടോപ്പോ ഷീറ്റ്. ഇന്ത്യയുടെ ടോപ്പോ ഷീറ്റുകൾക്ക് നമ്പറുകൾ നൽകിയിരിക്കുന്നത് ഇന്ത്യയും സമീപ രാജ്യങ്ങളും അടങ്ങിയ ഭൂപട പരമ്പര അടിസ്ഥാനമാക്കിയാണ്. ഇന്ത്യയുടെ ടോപ്പോ ഷീറ്റുകൾക്ക് നമ്പറുകൾ നൽകിയിരിക്കുന്നത് ഇന്ത്യയും സമീപ രാജ്യങ്ങളും അടങ്ങിയ ഭൂപട പരമ്പരയുടെ അടിസ്ഥാനമാക്കിയാണ്. ഈ പരമ്പരയിൽ ഉൾപ്പെട്ട ഷീറ്റുകൾ ഓരോന്നും 1:10 ലക്ഷം എന്ന തോതിലാണ് ഇവ അറിയപ്പെടുന്നത്. 1:10 ലക്ഷം. ഇതാണ് എന്ത്? മില്യൺ ഷീറ്റുകൾ. 1:10 ലക്ഷം എന്ന തോതിനെ അറിയപ്പെടുന്നതാണ് മില്യൺ ഷീറ്റുകൾ. ഇനി 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയുള്ള ഷീറ്റുകളെ ഏതാണ്? 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയുള്ള ഷീറ്റുകളാണ് 1:2,50,000. 1:2,50,000. അതായത് 1:2,50,000. എന്നാൽ 1:50,000 എത്ര ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയാണ്? 15 ഡിഗ്രി. 15 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയാണ് 1:50,000. ഇന്ത്യയിലെ ധരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കേന്ദ്ര സർക്കാർ ഏജൻസി എന്താണ്? ഇന്ത്യയിൽ ധരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കേന്ദ്ര സർക്കാർ ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ധരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണ ചുമതല വഹിക്കുന്ന ഏജൻസി. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. ഡെറാഡൂണാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരുകൂടിയാണ് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ. സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ എന്നാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങളെ പറയുന്ന മറ്റൊരു പേര്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 13ാമത്തെ ചോദ്യം നോക്കാം. നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാണ്? നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാണ്? ഏതാണ് ഉത്തരം? ഉത്തരം ഏതാണ്?
ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി റാബി ആണ്. നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ റാബി, നവംബർ മുതൽ മാർച്ച്. SCERT ബുക്കിൽ ഏതാണ് ഒക്ടോബർ ടു മാർച്ച് എന്നും കാണാം, ഒക്ടോബർ ടു മാർച്ച്. ഖാരിഫ് വിളയുടെ കാർഷിക കാലം ഏതാ? ഖാരിഫ് വിള ജൂൺ ടു സെപ്റ്റംബർ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഖാരിഫ്. ജൂൺ ടു സെപ്റ്റംബർ വരെ ഖാരിഫ് വിളയാണ്. സൈദ് വിളയുടെ കാല ഏതാണ്? കാർഷിക കാലം ഏപ്രിൽ ടു ജൂൺ വരെയാണ് സൈദ് വിളയുടെ കാലം. ഖാരിഫ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ, നവംബർ മുതൽ മാർച്ച് വരെ റാബി, സൈദ് ഏപ്രിൽ ടു ജൂൺ വരെ. ഇനി അടുത്ത 14ാമത്തെ ചോദ്യം നോക്കാം. 14ാമത്തെ ചോദ്യം, ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏത്? ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏത്? ഏതാണ് ഉത്തരം? ഉത്തരം സി ആണ്. ഉത്തരം ഏതാണ്? സി. ഇടമലക്കുടി. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ആണ് ചോദിച്ചത്, ഇടമലക്കുടി. ഇനി 15ാമത്തെ ചോദ്യം, പുറംപണി ഔട്ട്സോഴ്സിംഗ് പുറംപണിയുമായി ബന്ധമില്ലാത്തത് ഏത്? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ, സേവന മേഖല, ആഗോളവൽക്കരണം, ഭൂപരിഷ്കരണം. ഏതാണ് ഉത്തരം? 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ, അത് ശരിയാണ്. സേവന മേഖല, അതും ശരിയാണ്. ആഗോളവൽക്കരണം, അത് ശരിയാണ്, പുറംപണിയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഭൂപരിഷ്കരണം പുറംപണിയുമായി ബന്ധമില്ലാത്തതാണ്. ഓപ്ഷൻ ഏതാണ്? 4 മാത്രമാണ് പുറംപണിയുമായി ബന്ധമില്ലാത്തത്. സോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 16ാമത്തെ ചോദ്യം നോക്കാം. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില, അതാണ് ചോദിച്ചത്. ഏതാണ് ഉത്തരം? ഉത്തരം എ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ഓപ്ഷൻ എ 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ടോട്ടൽ 107 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? ഏഷ്യൻ ഗെയിംസ് ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് കിട്ടിയത് അറിയോ? ഇന്ത്യക്ക് 4ാം സ്ഥാനത്താണ് ഏഷ്യൻ ഗെയിംസിൽ നേടിയത്. 4ാം സ്ഥാനമാണ് ഇന്ത്യ. 1ാം സ്ഥാനം ആരാണ്? 1ാം സ്ഥാനം ചൈനയാണ് 1ാം സ്ഥാനം. 2023 ഏഷ്യൻ ഗെയിംസ് 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ് നടന്നത്. ശരിക്കും ഇത് 2022 നടക്കേണ്ടിയിരുന്നത്, പക്ഷേ കോവിഡ് കാരണമൊക്കെ ആയിട്ട് എന്തായി, ഇത് 2023 മാറ്റി. 19ാമത്തെ ഏഷ്യൻ ഗെയിംസ്, ഈ 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ചൈനയിലെ ഹാങ്ഷുലാണ് 19ാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി. ആദ്യം ഫസ്റ്റ് ആർക്കാണ്? ചൈനയ്ക്ക്. 1ാം സ്ഥാനം ചൈന, 2ാം സ്ഥാനം ജപ്പാനാട്ടോ. 2ാം സ്ഥാനം ജപ്പാന്. ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ടോട്ടൽ 107 മെഡലുകളാണ് ഇന്ത്യക്ക് കിട്ടിയത്. ഏഷ്യൻ ഗെയിംസിൻ്റെ 2023 ഏഷ്യൻ ഗെയിംസിൻ്റെ ഔദ്യോഗിക ചിഹ്നം ഏതാണ്? സ്മാർട്ട് ട്രിപ്ലറ്റ്സ് എന്ന് പറയുന്ന റോബോട്ടുകൾ, 3 റോബോട്ടുകളാട്ടോ ഏഷ്യൻ ഗെയിംസിൻ്റെ ചിഹ്നം, ഔദ്യോഗിക ചിഹ്നം. ഇനി അടുത്ത ചോദ്യം നോക്കാം. 17ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഏതാണ് ഉത്തരം?
ഓപ്ഷൻ ബി ഛോട്ടാ നാഗ്പൂർ ആണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്. ഈ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് പരസ്നാഥ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി പരസ്നാഥ്. ഈ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ദാമോദർ നദി. ഇതിലൂടെ ഒഴുകുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്നത്. ഇനി 18ാമത്തെ ചോദ്യം നോക്കാം. 18ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തത്. ആദ്യത്തെ ഓപ്ഷൻ എ 1950 സ്ഥാപിതമായി. അത് ശരിയാണ്. കാരണം ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നത് 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നത്. നീതി ആയോഗ് ഇത് ആസൂത്രണ കമ്മീഷനുമായി ബന്ധമുള്ളതാണ്. കാരണം ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പദ്ധതിയാണ് നീതി ആയോഗ്. 3ാമത്തെ ഓപ്ഷൻ നോക്കൂ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ. ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ്. പദ്ധതികളിലൂടെയാണ് ഈ ആസൂത്രണ കമ്മീഷൻ്റെ ഓരോ പദ്ധതികളും നടപ്പിലാക്കുന്നത്. സോ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഓപ്ഷൻ സിയും ശരിയാണ്. റിസർവ് ബാങ്ക്, ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക്, അത് ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണോ? അല്ല, റിസർവ് ബാങ്ക് ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ടതല്ല. ഇതിൽ ക്വസ്റ്റ്യൻ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ്റെ, അതായത് പ്ലാനിംഗ് കമ്മീഷൻ്റെ ആസ്ഥാനം ഏതാണ്? അറിയുന്നവർ കമൻറ്റ് ചെയ്യണം. ഈ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. അടുത്ത ചോദ്യം നോക്കാം. 19ാമത്തെ ചോദ്യം നോക്കാം. സപ്തഋഷി എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സപ്തഋഷി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2023-24 യൂണിയൻ ബജറ്റ്, 2023-24 യൂണിയൻ ബജറ്റ് അവതരിപ്പിക്കുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. യൂണിയൻ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഉള്ള കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനാണ് 2023-24 യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ചത്. ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏതാണ്? സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് സാമ്പത്തിക വർഷം. എല്ലാ വർഷവും സാമ്പത്തിക വർഷം ഏപ്രിലാണ് ബജറ്റ് അവതരിപ്പിക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. 20ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവന കണ്ടെത്തുക. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തിയത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. എങ്ങനെയാണ് അവിടേക്ക് തിരഞ്ഞെടുപ്പ് നടത്തിയത്? ജനസംഖ്യ ആനുപാതികമായി ഓരോ പ്രവിശ്യക്കും ഓരോ നാട്ടുരാജ്യത്തിനും
അതേപോലെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടത്തിനും സീറ്റുകൾ അനുവദിക്കുകയാണ് ഉണ്ടായത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ തെറ്റാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഭരണഘടനാ നിർമ്മാണ സഭയിൽ അതിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 1946 ക്യാബിനറ്റ് മിഷൻ്റെ പ്ലാൻ അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇന്ത്യക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നൽകുന്നതിനെ പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കാൻ ലേബർ ഗവൺമെൻറ് 1946 ഇന്ത്യയിലേക്ക് അയച്ച കമ്മിറ്റിയാണ് ഏത്? ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയിട്ട്. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? പെത്വിക് ലോറൻസും സ്റ്റഫേർഡ് ക്രിപ്സും A.V. അലക്സാണ്ടറും. പെത്വിക് ലോറൻസ്, സ്റ്റഫേർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. അതിൽ ക്യാബിനറ്റ് മിഷനിലെ ചെയർമാൻ പെത്വിക് ലോറൻസ് ആണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് എന്നാണ്? 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 25 വനിതകൾ അംഗങ്ങളുണ്ടായിരുന്നു. 25 വനിതാ അംഗങ്ങളുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എത്ര വനിതാ അംഗങ്ങളാണ്? 17 വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ടോട്ടൽ 17 വനിതകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പങ്കെടുത്തവർ 9 പേരാണ്. 9 പേരെ പങ്കെടുത്തിട്ടുള്ളൂ. പക്ഷേ 17 വനിതകൾ ഉണ്ടായിട്ടുണ്ട്. ഭരണഘടനയുടെ അന്തിമ കരട് രേഖ 1949 നവംബർ 26 അംഗീകരിച്ചു. 1949 26 അംഗീകരിച്ചു. അത് ശരിയാണോ? ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലേ? 1949 നവംബർ 26 ഭരണഘടനയുടെ അന്തിമ കരട് അംഗീകരിച്ചത്. നവംബർ 26 ഏത് ദിനമാണ്? നിയമദിനമാണ്. നവംബർ 26 നിയമദിനമാണ്. അത് കാരണം ഭരണഘടനയെ അംഗീകരിച്ച ദിവസമാണ് 1949 നവംബർ 26. അതേപോലെ ഭരണഘടനാ ദിനം എന്നും പറയും. അത് ആമുഖത്തിലെ ഏക ഡേറ്റാണ് 1949 നവംബർ 26. 1949 നവംബർ 26 ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള ഏക ഡേറ്റ്. ഇവിടെ ചോദ്യം എന്തായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. അപ്പോൾ ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 2ഉം സ്റ്റേറ്റ്മെൻറ്റ് 4ഉം ആണ് ശരി അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് 2, സ്റ്റേറ്റ്മെൻറ്റ് 4. അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. 22ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? എത്രാം ഭാഗമാണ് പൗരത്വം? ഉത്തരം ഏതാണ്? ഭാഗം 2. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പൗരത്വത്തെക്കുറിച്ച് ഭരണഘടനയിൽ പറയുന്ന ഭാഗം 2 ഭരണഘടനയിൽ പറയുന്നത് 2. ഇന്ത്യൻ ഭരണഘടന പൗരത്വമാണ് ഫോളോ ചെയ്യുന്നത്. സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. അതായത് ഏക പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. ഈ ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്. ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ് 5 മുതൽ 11 വരെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ പൗരത്വം ലഭിക്കും. 5 രീതിയിൽ പൗരത്വം ലഭിക്കും. എന്നാൽ 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്യും. 5 രീതിയിലാണ് പൗരത്വം ലഭിക്കുന്നത്. 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്യും. 5 രീതി ഏതൊക്കെയാണ്? 1. പൗരത്വം ലഭിക്കുന്ന 5 രീതിയിൽ ഒന്നാമത്തേത് ജന്മസിദ്ധമായ പൗരത്വം ബൈ ബർത്താണ്. ജന്മസിദ്ധമായ പൗരത്വം ബൈ ബർത്ത്. പിന്നെയോ രണ്ടാമത്തേത് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. പിന്നെ രജിസ്ട്രേഷൻ മുഖാന്തരം
പൗരത്വം ലഭിക്കും. ചിരകാല വാസം മുഖേന പൗരത്വം ലഭിക്കും. പ്രാദേശിക സംയോജനം മൂലം ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖാന്തരം, ചിരകാലവാസം മുഖേന, പിന്നെയോ പ്രാദേശിക സംയോജനം മൂലം. എന്നാൽ 3 രീതിയിലാണ് പൗരത്വം നഷ്ടപ്പെടുന്നത്. അത് ഏതൊക്കെ രീതിയിലാണ്? ഒന്ന്, സ്വമേധയാ പൗരത്വം ഉപേക്ഷിക്കുക, സ്വമേധയുള്ള പൗരത്വം ഉപേക്ഷിക്കൽ. രണ്ടാമത്തേത് നിർത്തലാക്കൽ. മൂന്നാമത്തേത് പൗരത്വാപഹരണം. എന്താണ് പൗരത്വാപഹരണം എന്ന് പറഞ്ഞാൽ? ഒരു കേന്ദ്ര ഗവൺമെൻറ്റാണ് പൗരത്വം നൽകാനും പൗരത്വം നിഷേധിക്കാനുമുള്ള അവകാശമുള്ളത്. ഒരു പൗരന് അദ്ദേഹത്തിൻ്റെ പൗരത്വം വ്യാജമായി നേടിയതാണെങ്കിൽ, ഒരാൾ അയാളുടെ പൗരത്വം, ആ സിറ്റിസൺഷിപ്പ് വ്യാജമായിട്ടാണ് നേടിയതെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ് എന്താക്കാൻ പറ്റും? അത് ഇല്ലാതാക്കാൻ കഴിയും. അതാണ് പൗരത്വാപഹരണം. പിന്നെയോ, ഒരു വ്യക്തി ഇന്ത്യൻ ഭരണഘടനയോട് അനാദരവ് പ്രകടിപ്പിക്കുക. ഒരു വ്യക്തി ഇന്ത്യൻ ഭരണഘടനയോട് അനാദരവ് പ്രകടിപ്പിച്ചാലും കേന്ദ്ര ഗവൺമെൻറ്റിന് എന്താക്കാൻ പറ്റും? അയാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ പറ്റും. പിന്നെ ഒരു വ്യക്തി യുദ്ധകാലഘട്ടത്തിൽ ശത്രുരാജ്യവുമായി ബന്ധം പുലർത്തിയാൽ, ശത്രുരാജ്യങ്ങളുമായി ബന്ധം പുലർത്തിയാലും അയാളുടെ പൗരത്വം ഇല്ലാതാകും. ഭാഗം 1 പറയുന്നത് എന്താണ്? യൂണിയൻ ആൻഡ് ടെറിട്ടറീസ് ആണ് ഭാഗം 1 പറയുന്നത്. ഭാഗം 2 പൗരത്വം, ഭാഗം 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് ഭാഗം 3 പറയുന്നത്. ഭാഗം 4 എന്താണ് പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് ഭാഗം 4. എന്നാൽ ഭാഗം 4A എന്താ പറയുന്നത്? ഭാഗം 4A എന്താ പറയുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഭാഗം 3 എന്നാൽ ഭാഗം 4A പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്. 4A എന്താണ് പറയുന്നത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകളാണ് 4A പറയുന്നത്. മാറിപ്പോകരുത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഭാഗം 3 മൗലിക കടമകൾ, അതായത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് 4A ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 3ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളാണ്? ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളാണ്? ഏതാണ് ഉത്തരം? ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32നെയാണ് ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഉത്തരം സി ആണ്. ആൻസർ സി ആണ്. നമുക്കറിയാം ഭാഗം 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറയുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ആർട്ടിക്കിൾ 32 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. മൗലിക അവകാശങ്ങളുടെ എന്തെങ്കിലും ഒരു മൗലിക അവകാശങ്ങളിൽ ലംഘനം ഉണ്ടായാൽ ഒരു പൗരന് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാൻ പറ്റും. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതയാണ് ഈ വകുപ്പെന്ന് സുപ്രീം കോടതി തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി സുപ്രീം കോടതികൾക്ക് എന്ത് പുറപ്പെടുവിക്കാം? റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കഴിയും. ഒരു പൗരന് എന്തെങ്കിലും തരത്തിലുള്ള അവകാശം ലഭിക്കാതെ വന്നാൽ ആ പൗരന് നേരിട്ട് പോയിട്ട് സുപ്രീം കോടതിയെ സമീപിച്ച് ആ പൗരന് എന്ത് നേടിയെടുക്കാം? അവകാശം നേടിയെടുക്കാൻ പറ്റും. മൗലിക അവകാശങ്ങളിൽ ഏറ്റവും മൗലികമായതും എന്നുകൂടി ഈ ആർട്ടിക്കിൾ 32 പ്രതിപാദിക്കുന്നുണ്ട്. അത് പറഞ്ഞതും ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശമാണ്. 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശമാണ്.
അതിൽ ആർട്ടിക്കിൾ 14 എന്താ? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം. നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം. അതാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. എന്താണ് നിയമസമത്വം? ഒരു പൗരന് നിയമത്തിന് മുന്നിൽ പ്രത്യേക പരിഗണന ലഭിക്കില്ല. അതാണ് നിയമസമത്വം. പ്രത്യേകമായിട്ട് ഒരാൾക്കും ഒരു പരിഗണനയും ഉണ്ടാവില്ല. പിന്നെ തുല്യ നിയമ സംരക്ഷണം. ഇന്ത്യയിലെ നിയമങ്ങൾ എല്ലാ പൗരന്മാരെയും ഒരേപോലെ സംരക്ഷിക്കുന്നു. അവിടെ ജാതിയോ മതമോ വർഗമോ ഒന്നും വേർതിരിവില്ലാതെ എല്ലാവരെയും ഒരേപോലെ സംരക്ഷിക്കുന്നു. അപ്പം ആർട്ടിക്കിൾ 14 എന്താണ്? നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം. ആർട്ടിക്കിൾ 21 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള ആർട്ടിക്കിൾ 21 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏതാണ്? ആർട്ടിക്കിൾ 21 തന്നെയാണ്. അതേപോലെ ദേശീയ അടിയന്തരാവസ്ഥയിൽ പോലും ഈ ആർട്ടിക്കിൾ നിർത്തലാക്കാൻ സാധിക്കില്ല. ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദാക്കാൻ പറ്റാത്ത ആർട്ടിക്കിൾ കൂടിയാണ് ആർട്ടിക്കിൾ 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നതും ഏതാണ്? ആർട്ടിക്കിൾ 21 ഇനി ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അതിൽ ആർട്ടിക്കിൾ 19 6 തരം മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 6 തരം മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 24ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ 73ാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ 73ാം ഭരണഘടനാ ഭേദഗതി നിയമം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്: സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. ത്രിതല സംവിധാനം കൊണ്ടുവന്ന കമ്മിറ്റി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം നിർദ്ദേശിച്ച കമ്മിറ്റി. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: പഞ്ചായത്തിൻ്റെ 3 തലങ്ങളിലേക്കും 5 വർഷത്തെ ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തിൻ്റെ 3 തലങ്ങളിലേക്കും 5 വർഷത്തെ ഓഫീസ് കാലാവധി വ്യവസ്ഥ ചെയ്യുന്നു. അതും ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നീ തലങ്ങളിലേക്കും 5 വർഷത്തെ കാലാവധിയാണ് വ്യവസ്ഥ ചെയ്തത്. അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുമുള്ള ചുമതല കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുമുള്ള ചുമതല കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആർക്കാണ് തിരഞ്ഞെടുപ്പ് ചുമതലയുള്ളത്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചുമതല. വോട്ടർ പട്ടിക തയ്യാറാക്കുക എങ്ങനെയാണ്? ഗ്രാമപഞ്ചായത്തിന് നിയോജക മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഗ്രാമസഭ രൂപീകരിച്ചിട്ടാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഏതൊക്കെ? പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, നഗരപഞ്ചായത്തൊക്കെ. ഇവിടേക്കൊക്കെയുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സ്റ്റേറ്റ്മെൻറ്റ് മൂന്നാമത്തേത് തെറ്റാണ്. ആർക്കാണ് ചുമതല? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുമുള്ള ചുമതല. വോട്ടർ പട്ടിക എങ്ങനെയായിരുന്നു? ഗ്രാമസഭ രൂപീകരിച്ച് അവിടുത്തെ ആളുകളുടെ വോട്ടർ പട്ടിക, പ്രായപൂർത്തിയായ മുഴുവൻ പേരുടെയും പേരുകൾ കൂട്ടിച്ചേർക്കുന്നതൊക്കെ ഗ്രാമസഭ രൂപീകരിച്ചിട്ടാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. പഞ്ചായത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള
മൊത്തം സീറ്റുകളിൽ 1/3 കുറയാത്തത് സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം. പഞ്ചായത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 1/3. അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. എല്ലാ തലങ്ങളിലേക്കും സ്ത്രീകൾക്ക് 1/3 സീറ്റ് സംവരണം ഉണ്ട്. 1/3 സീറ്റ് സംവരണം പ്രദാനം ചെയ്യുന്നുണ്ട്. ഇവിടെ ഏത് ഓപ്ഷനാണ് അപ്പോൾ ശരിയായിട്ടുള്ളത്? സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് ശരി? 1, പിന്നെ ഏതാണ് ശരി? 2, 4 അല്ലേ? 1, 2, 4 വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 25ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത്? ആദ്യത്തെ ഓപ്ഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC. അത് ഭരണഘടനാ സ്ഥാപനമാണ് അല്ലേ? നീതി ആയോഗ് ഭരണഘടനാ സ്ഥാപനമാണോ? അല്ല, അതൊരു ഉപദേശക സമിതിയാണ്. നീതി ആയോഗ് എന്താണ്? ഒരു ഉപദേശക സമിതിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ്. അറ്റോർണി ജനറലും ഭരണഘടനാ സ്ഥാപനമാണ്. അറ്റോർണി ജനറൽ ഭരണഘടനാ സ്ഥാപനം തന്നെയാണ്. ഇതിൽ ആൻസർ അപ്പോൾ ഏതാണ് വരുന്നത്? ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് എന്നാണ് ചോദ്യം. അപ്പം ഓപ്ഷൻ ഏതാണ്? ഏത് ഓപ്ഷനാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. നീതി ആയോഗാണ് ഇതിൽ ഉത്തരം. നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങൾ GST കൗൺസിൽ എന്താണ്? ഭരണഘടനാ സ്ഥാപനമാണ്. GST കൗൺസിൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതുപോലെ ധനകാര്യ കമ്മീഷൻ എന്താണ്? ഭരണഘടനാ സ്ഥാപനം തന്നെയാണ്. ഭാഷാ ന്യൂനപക്ഷ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണോ? ഭാഷാ ന്യൂനപക്ഷ കമ്മീഷൻ അതെ, ഭരണഘടനാ സ്ഥാപനം തന്നെയാണ് ഭാഷാ ന്യൂനപക്ഷ കമ്മീഷന്. അതിൽപ്പെട്ട പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും പിന്നോക്ക വിഭാഗ കമ്മീഷൻസും ഒക്കെ എന്താണ്? ഭരണഘടനാ സ്ഥാപനം തന്നെയാണ്. അഡ്വക്കേറ്റ് ജനറൽ ഭരണഘടനാ സ്ഥാപനമാണ്. അഡ്വക്കേറ്റ് ജനറൽ. 26ാമത്തെ ചോദ്യം. ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെൻറ്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106ാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? 106ാം ഭരണഘടനാ ഭേദഗതിക്ക് നിയമം നൽകിയ പേര് നാരിശക്തി വന്ദൻ അധിനിയമാണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. എന്താണ് നാരിശക്തി വന്ദൻ അധിനിയം? ഇതൊരു വനിതാ സംവരണ ബില്ലാണ്. കൂടുതൽ സ്ത്രീകൾക്ക് പാർലമെൻറ്റിലും അസംബ്ലികളിലുമൊക്കെ അംഗങ്ങളാവാനുള്ള അവകാശം നേടിയെടുക്കുന്നതിനുള്ള ബില്ല്. കൂടുതൽ സ്ത്രീകളെ അതിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ഈ ഒരു ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അവതരിപ്പിച്ചതാരാണ്? നിയമമന്ത്രിയായ അർജുൻ മേഘ്വാളാണ് നാരിശക്തി വന്ദൻ അധിനിയം അവതരിപ്പിച്ചത്. ഇനി 27ാമത്തെ ചോദ്യം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? ഏതാണ് ഉത്തരം? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? 14. ഭാഗം 14. ഇനി അടുത്ത ചോദ്യം നോക്കാം. 28ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 29ാമത്തെ ക്വസ്റ്റ്യൻ. മാതാപിതാക്കൾ 2 പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേര് എന്താണ്? ഏതാണ്?
ആ പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹപൂർവം. സ്നേഹപൂർവം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്തത് 30ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച കുടുംബശ്രീയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടങ്ങളാണ്. കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടങ്ങളാണ്. അത് ശരിയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, വാർഡ് തലത്തിൽ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, ADS. അത് ശരിയാണ് അല്ലേ? വാർഡ് തലത്തിൽ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പ്രതിനിധിയെ തിരഞ്ഞെടുത്ത് ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ADS, ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. അത് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കുടുംബശ്രീ സംവിധാനത്തിൻ്റെ അടിത്തറയായ ലഘു സമ്പാദ്യ പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ് പദ്ധതി. കുടുംബശ്രീ സംവിധാനത്തിൻ്റെ അടിത്തറയായ ലഘു സമ്പാദ്യ പദ്ധതിയാണ് മൈക്രോ ഫൈനാൻസ് പദ്ധതി. അതും ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സംസ്ഥാന സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. അതും ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. സോ ആൻസർ ഏതാണ്? ഏത് ഓപ്ഷനാണ് ശരി? ഡി ആണല്ലേ. ഇവയെല്ലാം ശരിയാണ്. ഇവയെല്ലാം ശരിയാണ്. 30 ക്വസ്റ്റ്യൻ വരെയാണ് ഇന്ന് നമ്മൾ നോക്കിയത്. അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗങ്ങളായ സയൻസ് വിഷയവും മാത്സും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ നിർത്തുന്നു. ഇതിൻ്റെ അടുത്ത ക്ലാസ് ഉടൻ തന്നെ ചെയ്യാം. എനിവേ, താങ്ക് യു.